ഹായ്, നമുക്കൊരു സൺഡേ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. എല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാനൊരു 3 ആൾക്ക് കഴിക്കാൻ പാകത്തിനാണ് എടുത്തേക്കുന്നത്. കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറുതാക്കി കട്ട് ചെയ്തേക്കുന്നതാണ്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, നാരങ്ങനീര് അല്ലെങ്കിൽ നമ്മുടെ വിനേഗർ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമ്മൾ ഒരു പാത്രം എടുത്തിട്ട്, ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്ത് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ നമ്മുടെ സവോള, ഞാൻ 4 സവോള എടുത്തിട്ട് അതിൽ 2 സവോള വറക്കാനായിട്ട് 2 സവോള ബിരിയാണി മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത്. അത് ആ 2 സവോള ഒന്ന് വറുത്തെടുക്കുക. ഫ്രൈ ചെയ്ത് അത് മാറ്റിയിട്ട് ആ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഈ നമ്മൾ ഉള്ളിയും കിസ്മിസൊക്കെ വറക്കാനായിട്ട് ഉപയോഗിച്ച എണ്ണയിൽ നിന്ന് പകുതി എണ്ണ എടുത്ത് മാറ്റി വയ്ക്കുക. ബാക്കി പകുതിയിലേക്ക് നമുക്ക് ചിക്കന് വേണ്ട മസാല ഉണ്ടാക്കാനായിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് നന്നായി വഴറ്റുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാക്കിയത് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നന്നായി അത് വഴണ്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് നല്ലോണം മിക്സായി വഴണ്ട് അതിൻ്റെ പച്ചമണമെല്ലാം മാറിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് അതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം വന്നു തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ചിക്കൻ വേവാനായിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇനി ആ നേരം കൊണ്ട്, ചിക്കൻ വേവുന്ന നേരം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ റൈസ്, ഞാൻ ഒരു 1.5 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അതിന് നമ്മൾ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള രീതിയിൽ വെള്ളം എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം വയ്ക്കുക. വെള്ളത്തിലേക്ക് നമുക്ക് ഉപ്പ്, നമ്മുടെ മസാല ഐറ്റംസ്, ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. 2 ഏലക്ക, 4-5 ഗ്രാമ്പു, ഒരു സ്റ്റാർ അനീസ്, ഞാൻ കുറച്ച് നമ്മുടെ ജാതിയുടെ പൂവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കുക. നമ്മുടെ നാരങ്ങനീര് ഒഴിച്ച് കൊടുക്കുക. നാരങ്ങനീര് ഒഴിക്കുന്ന റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ടാണ്. അതേപോലെ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്യാനെടുത്ത എണ്ണയുണ്ടല്ലോ, ആ ഓയിൽ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ ലോ ടു മീഡിയം, റൈസ് കുക്കായി കഴിയുമ്പോൾ നമുക്ക് നന്നായി അടച്ച് വെച്ച് റൈസ് നമുക്ക് ചിക്കൻ്റെ റൈസ് നന്നായി കുക്കായി അടപ്പ് തുറന്ന് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് ചിക്കൻ്റെ കുറച്ച് ഗ്രേവിയോട് കൂടി വേണം. ഇനി ഗ്രേവി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു തിക്ക് ഗ്രേവി കിട്ടുന്ന പോലെ. അതിനകത്തേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് പുതിനയില നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊരു നല്ല ഫ്ലേവർ തരും. അപ്പോൾ കുറച്ച് പുതിനയില ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ റൈസ് ലെയർ ചെയ്ത് കൊടുക്കാം. റൈസ് ഒരു റൈസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പാലിൽ മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ ഒരു സ്പൂൺ നെയ്യ്, നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളിയും നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെറിയ ബർണറിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നന്നായി അടച്ച് വെച്ചിട്ട് ദം ചെയ്തെടുത്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അടപ്പ് തുറക്കരുത്, ഓഫ് ചെയ്ത് വെക്കുക. ഒരു ½ ആൻ അവർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അങ്ങനെ സൺഡേ സ്പെഷ്യൽ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.